വിവാദങ്ങളെ പറ്റിയുള്ള ചോദ്യത്തിന് ക്ഷുഭിതനായ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സൗഹൃദവും സ്നേഹവും കാട്ടിയപ്പോൾ മാധ്യമങ്ങൾ തന്റെ തലയിൽ കയറി. മാധ്യമങ്ങളോട് സൗഹൃദം കാട്ടിയത് തെറ്റായിപ്പോയി. തന്റെ ചോര കുടിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും ഇനി മാധ്യമങ്ങളോട് സംസാരിക്കില്ല എന്നും ഗണേഷ് കുമാർ റിപ്പോർട്ടറിനോട്. അല്പസ്നേഹം ഞാൻ കാണിച്ചപ്പോൾ എന്നെ 2 ദിവസം ഇന്റർവ്യൂ ജമ്മത്ത് കൊടുക്കത്തില്ല. 2.5 കൊല്ലത്തിനകത്ത് മിണ്ടിയിട്ടില്ല. പക്ഷേ ഇന്റർവ്യൂ എല്ലാം തന്ന ഈ അടുത്ത കാലത്ത് ഒരു സൗഹൃദം കാണിച്ചത് തെറ്റായി പോയി എനിക്ക് മനസ്സിലായി. ഇനിയില്ല, ഇനി പഴയ ഗണേഷ് കുമാർ നോ നത്തിങ് ഇനിയില്ല. കാരണം 2 ഇന്റർവ്യൂ ഒക്കെ തന്ന അടുത്തൊരു സൗഹൃദം സ്നേഹം കാണിച്ചപ്പോൾ നിങ്ങൾ അപ്പം തലയിൽ കയറി. അത് വേണ്ട. ആര് കുളയോനെ ചുമ്മാ ഇരിക്കും സഹോദരി, ചുമ്മാ ഇരിക്കും സഹോദരി, ചുമ്മാ ഇരിക്കും സഹോദരി, ചുമ്മാ ഇരിക്കും. മനുഷ്യൻ്റെ വീട്ടിൽ വഴക്കുണ്ടാക്കാൻ നടക്കാൻ ആരും കിട്ടിയില്ല. ചോര കുടിക്കും, എന്റെ ചോര കിട്ടത്തില്ല, മതി കുടിച്ചത്. അശ്വിൻ യാഗോ വിവരങ്ങളുമായി. അശ്വിൻ, സ്നേഹവും സൗഹൃദവും ഒക്കെ ഡൊമസ്റ്റിക് അബ്യൂസ് മറച്ചുവെക്കാനാണോ? മധു, നമുക്കറിയാം ഏറ്റവും അധികം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്ന മന്ത്രിയായിരുന്നു കെ.ബി. ഗണേഷ് കുമാർ. KSRTC അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൽ എന്ത് നടന്നാലും അത് വലിയ പത്രസമ്മേളനത്തോടെ വിളിച്ചു വരുത്തി മാധ്യമങ്ങളോട് വളരെ സ്നേഹത്തോടെ അത് വിവരിച്ചു തരുന്ന ഒരു മന്ത്രിയായിരുന്നു കെ.ബി. ഗണേഷ് കുമാർ എന്നുള്ളതാണ്. ആ ഒരു സ്നേഹം തന്നപ്പോൾ മാധ്യമങ്ങൾ തലയിൽ കയറി ഇരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മന്ത്രി ക്ഷുഭിതനായിക്കൊണ്ട് മറുപടിയായി നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ അല്പം സ്നേഹം കാണിച്ചപ്പോൾ തന്റെ തലയിൽ കയറി തന്നെ 2 ദിവസം തന്നെ കൊല്ലാക്കൊല ചെയ്തു, തന്നെ തിന്നാൻ ശ്രമിച്ചു മാധ്യമങ്ങൾ എന്നുള്ളതാണ് മന്ത്രിയുടെ വിമർശനം. മാത്രമല്ല, ഇനി മാധ്യമങ്ങളോട് സംസാരിക്കില്ല എന്നടക്കം കാര്യങ്ങളാണ് കെ.ബി. ഗണേഷ് കുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 ദിവസം അദ്ദേഹത്തിന്റെ ചോര മാധ്യമങ്ങൾ കുടിച്ചു. മറ്റാരുടെയും ചോര കുടിക്കാൻ കിട്ടിയില്ലേ, ഇനി തന്റെ ചോര കുടിക്കാൻ അനുവദിക്കില്ല എന്നൊരു കാര്യമാണ് മന്ത്രി ഈ വിവാദങ്ങൾക്കിടയിൽ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ എന്തായാലും മന്ത്രി KSRTCയുടെ ഈ ആശുപത്രി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിലാണ്. ഈ ചടങ്ങിൽ പോലും അദ്ദേഹം ദീർഘനേരം പ്രസംഗിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ഇവിടുന്ന് മടങ്ങിപ്പോകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വിവാദങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തത വരുത്താൻ അല്ലെങ്കിൽ തന്റെ നിലപാടെന്ത് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി ഇപ്പോഴും ഗണേഷ് കുമാർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവകരം. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത് തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെടരുത് എന്നൊരു താക്കീത് കൂടി അദ്ദേഹം ഏറ്റവും അവസാനമായി നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പോഴും അദ്ദേഹം ഉന്നയിക്കുന്നത് ഇതൊരു കുടുംബ പ്രശ്നമാണ്, കുടുംബ പ്രശ്നത്തിലേക്ക് മാധ്യമങ്ങൾ ഇടപെടരുത്, ഇതിന്റെ ആവശ്യമില്ല, അത് തന്റെ കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കുന്നൊരു പ്രശ്നമാണ്, അത് തനിക്കറിയാം അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യമാണ് കെ.ബി. ഗണേഷ് കുമാർ ഇത്രയും വിവാദങ്ങൾക്കിടയിലും ഇപ്പോഴും ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങോട്ടേക്ക് KSU അടക്കമുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിന് മുന്നോടിയായി തന്നെ പോലീസിന്റെ വലിയൊരു സംരക്ഷണം പുറത്തുണ്ട്. ബാരിക്കേഡുകൾ കെട്ടി തിരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ജലപീരങ്കികൾ അടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ തമ്പടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് വരുന്നുമുണ്ട്. എന്തായാലും ഈ ഇത്രയും വിവാദങ്ങൾക്കിടയിലും കെ.ബി. ഗണേഷ് കുമാർ തന്റെ ഈ അഭ്യൂഹങ്ങൾക്കിടയിൽ പോലും ഇപ്പോഴും മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. KSRTCയിൽ തുടങ്ങി വെച്ച ബാക്കി പദ്ധതികളുടെ ഉദ്ഘാടനവുമായി കെ.ബി. ഗണേഷ് കുമാർ മുന്നോട്ട് തന്നെ പോകുന്നു എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം രാജിവെക്കാൻ അല്ലെങ്കിൽ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. പ്രതിപക്ഷ ആരോപണങ്ങൾ അതവിടെ ഇരിക്കും. ഇത് തന്റെ കുടുംബകാര്യമാണ്, തന്റെ കുടുംബ പ്രശ്നങ്ങൾ താൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്നുള്ളതാണ് മന്ത്രി നൽകുന്ന മറുപടി. എന്തായാലും മാധ്യമങ്ങളോട് ഇനി സംസാരിക്കില്ല എന്ന കടുത്ത നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പോലും ഇനി മറുപടി നൽകില്ല, സൗഹൃദം കാണിക്കില്ല, മാധ്യമങ്ങളെ അകറ്റി നിർത്തും എന്ന് തന്നെയാണ് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത്. മാധു, അശ്വിൻ യാഗോ വിവരങ്ങൾ നൽകിയത്.